നമസ്കാരം. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് നമ്മൾ വേറൊരു രീതി, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു നമ്മൾ കാണിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മറ്റൊരു പാഠമാണ്. ഞാൻ ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. കഴിഞ്ഞ തിയറി ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഭാഗങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലെ? നമ്മൾ സാനിറ്ററി ഫിറ്റിങ്ങുകളെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്. വ്യത്യസ്തമായിരിക്കുന്ന സാനിറ്ററി അല്ലെ? നിങ്ങൾക്കത് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്, നിങ്ങളത് പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കും. ഇനി നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗം അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ്. അതായത് നമ്മൾ ഈ പൈപ്പുകളൊക്കെ ലൈൻ ചെയ്യുമ്പോൾ, അതായത് പൈപ്പുകളൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഈ പൈപ്പുകളെ നമുക്ക് എങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഓക്കെ, പൈപ്പ് അലൈൻമെന്റ് സ്ലോപ്പിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ഓഫ് വാട്ടർ സപ്ലൈ സിസ്റ്റം. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യങ്ങൾ നമ്മൾ പഠിച്ച ഒരു ഭാഗം തന്നെയാണ് ഈ ഇങ്ങനെ. അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് നോക്കാം. ടെസ്റ്റിംഗ് ഓഫ് വാട്ടർ സപ്ലൈ സിസ്റ്റം. അതായത് നമ്മുടെ വാട്ടർ സപ്ലൈ സിസ്റ്റം നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെ? എന്തൊക്കെയാണ്? ടെസ്റ്റിംഗ് ഓഫ് പൈപ്സ് ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ സ്മോക്ക് ടെസ്റ്റ് ആണ്. തേർഡ് വൺ വാട്ടർ ടെസ്റ്റ്. ഫോർത്ത് വൺ ടെസ്റ്റ് ഫോർ സ്ട്രെയിറ്റ്നെസ് ആൻഡ് ഒബ്സ്ട്രക്ഷൻ. ഓക്കെ, നമുക്ക് ഈ ഭാഗങ്ങളുടെ വിശദീകരണങ്ങളിലേക്ക് വരാം. ദ ഫോളോയിങ് ടെസ്റ്റ് ആർ ക്യാരിഡ് ഔട്ട് ഓൺ ദ പൈപ്പ് യൂസ്ഡ് ഇൻ ബിൽഡിംഗ്. എന്തൊക്കെയാണ്? നമ്മളിപ്പോ നേരത്തെ കണ്ട സംഗതി തന്നെയാണ്. സ്മോക്ക് ടെസ്റ്റ്, വാട്ടർ ടെസ്റ്റ്, അതുപോലെ സ്ട്രെയിറ്റ്നെസ് ആൻഡ് ഒബ്സ്ട്രക്ഷൻ. ഈ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. നമുക്ക് അതിന്റെ സ്മോക്ക് ടെസ്റ്റ് എന്താണ് എന്ന് നോക്കാം. ആദ്യം സ്മോക്ക് ടെസ്റ്റ് എന്താണെന്നുള്ള ഒരു ചിത്രം നമുക്ക് ആദ്യം കാണാം. നിങ്ങൾക്ക് ഇവിടെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ചിത്രം ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ? വ്യക്തമായിട്ട് കാണാം. എന്താണത്? സ്മോക്ക്. സ്മോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പുകയല്ലേ? അതായത് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന പൈപ്പുകൾ എന്താണ്? കൃത്യമായ രീതിയിൽ പുക അത് പരിശോധിക്കുക അല്ലെ? പുക കൊണ്ട് നമ്മൾ അത് പരിശോധിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഡാമേജുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് കാണിക്കും? ഇപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ അത് കാണാം അല്ലെ? ഈ സ്മോക്ക് പോകുന്നത് കാണാം അല്ലെ? ഇതുണ്ട്, നിങ്ങളെ ചിത്രത്തിനകത്ത് വ്യക്തമായി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ സ്മോക്ക് പോകുന്നത് കറക്റ്റ് ആയിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഒരു ബ്ലോവർ കൊണ്ട് അത് അടിക്കും. അപ്പോൾ വ്യക്തമായിട്ട് എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് വ്യക്തമായിട്ട് കാണും. ഇതിൽ നമ്മൾ ഒരിക്കലും കെമിക്കൽ സ്മോക്കുകളൊന്നും നമ്മൾ ഇതിനകത്ത് ചെയ്യാറില്ല. അല്ലാതുള്ള സ്മോക്കാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാം. നിങ്ങൾക്കത് കുറച്ചുകൂടെ വ്യക്തമായിട്ടത് മനസ്സിലാകുമെന്ന് എനിക്കറിയാം. ഓക്കെ, എന്താണ് ഒരു സ്മോക്ക് ടെസ്റ്റ്? Smoke test. Let us see about concept of smoke test in pipe connections. All soil pipes, waste pipes and vent pipes and all other pipes which are above ground should be approved by doing smoke test. Smoke produced are made to pass the one end of the pipe opening and the other openings are closed. Okay. ഇതിലൂടെ നമ്മൾ കാണുന്നത് നമ്മൾ സ്മോക്ക് അടിച്ചു വിടുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലീക്കേജ് ഉണ്ടെങ്കിൽ ഈ ലീക്കേജിലൂടെ ഈ പുക പോകുന്നതായിട്ട് കറക്റ്റ് ആയിട്ട് കാണാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. The smoke produced are made to pass one end of the pipe ending and the other openings are closed and tested for leakage of smoke between the pipe. പൈപ്പിനടുത്ത് എല്ലാ ഭാഗങ്ങളും ക്ലോസ് ചെയ്യും, എന്നിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അല്ലേ? Opening and the other openings are closed and tested for leakage of smoke between the pipes. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. The smoke is produced by burning only waste or tar paper or similar material the combustion chamber of a smoke machine.
നമ്മളൊരു സ്മോക്ക് മെഷീൻ കണ്ടു അല്ലെ? ആ സ്മോക്ക് മെഷീൻ മുഖാന്തരമാണ് നമ്മളിത് കാണുന്നത് അല്ലെ? ക്ലിയർ ആയിട്ട് ഓക്കെ. നമ്മൾ അതിനുള്ള എഴുതി അല്ലെങ്കിൽ എൻ്റെ PPT പ്രസന്റേഷൻ ആണ് ഇപ്പൊ നിങ്ങളത് കണ്ടത്. അതിന്റെ ഒരു ചിത്രം ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ കാണുന്ന ടെസ്റ്റിംഗ് ഓഫ് വാട്ടർ സപ്ലൈ സിസ്റ്റം, അതായത് നമ്മുടെ വാട്ടർ സപ്ലൈ സിസ്റ്റം ടെസ്റ്റ് ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് നമ്മൾ കാണുന്നത് സ്മോക്ക് ടെസ്റ്റ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. എന്താണത്? വാട്ടർ ടെസ്റ്റ്. എന്താണ് ഒരു വാട്ടർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? അതിന്റെ ഒരു വീഡിയോ നമുക്ക് കാണിക്കാം. വാട്ടർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആദ്യം Water test. Let us see about concept of water test in pipe connection. Water test should be carried out by suitably plugging the low end of the drain and the ends of connections and filling the system with water. A knuckle bend should be temporarily jointed in at the top end and a sufficient length of the vertical pipe jointed to it so as to provide the required test head. Subsidence of the test water may be due to one or more of the following causes: absorption by pipes and joints. ഓക്കെ, ഏതെങ്കിലും രീതിയിലുള്ള പൈപ്പിൽ ഒരു ചെറിയ ഹോൾസോ അതുപോലെ ചെറിയ ലീക്കേജോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഈ വാട്ടർ ടെസ്റ്റിൽ എന്ത് സംഭവിക്കും? വെള്ളം ലീക്ക് ആവും. അതാണ് കാണുന്നത്. Sweating of pipes or joints. ഓക്കെ, മറ്റൊന്നാണ് സെപ്റ്റിംഗ് അല്ലേ? നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് Leakage at joints or from defective pipes. ഓക്കെ, ആ ജോയിന്റ് ഇടയ്ക്കൂടെ പോകും അല്ലേ? നിങ്ങൾ കണ്ടോ വാട്ടർ ടെസ്റ്റ് കണ്ടോ? ഏതെങ്കിലും രീതിയിൽ വെള്ളം പോകുന്നുണ്ടോ എന്നുള്ള സംഗതിയാണ് നമ്മൾ കാണുന്നത് അല്ലേ? നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. ഓക്കെ, ഇതിൽ വരുന്ന ഒന്ന് അബ്സോർപ്ഷൻ ബൈ ദ പൈപ്സ് ആൻഡ് ജോയിന്റ്, സെപ്റ്റിംഗ് ഓഫ് പൈപ്സ് ഓർ ജോയിന്റ്, ലീക്കേജ് അറ്റ് ജോയിന്റ്സ് ഓർ ഫ്രം ഡെഫക്റ്റീവ് പൈപ്സ്, അടുത്ത് ട്രാപ്ഡ് എയർ. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ വരുന്നത്, ഈ വാട്ടർ ടെസ്റ്റിലൂടെ വരുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടപ്പോൾ അത് കറക്റ്റ് അത് മനസ്സിലായി എന്ന് എനിക്ക് ബോധ്യമായി. ശരി, നമ്മൾ ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. എന്താണ്? ടെസ്റ്റ് ഫോർ സ്ട്രെയിറ്റ്നെസ് ആൻഡ് ഒബ്സ്ട്രക്ഷൻ. ടെസ്റ്റ് ഫോർ സ്ട്രെയിറ്റ്നെസ് ആൻഡ് ഒബ്സ്ട്രക്ഷൻ. എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സം അല്ലെ? സ്ട്രെയിറ്റിന് വേണ്ടി എന്തെങ്കിലും അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയ കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. The following test should be carried out for the straightness and obstruction. എന്താണ്? By inserting at the high end of the sewer or drain smooth bore of a diameter 30 mm less than the pipe bore. ഒരു പൈപ്പ് ബോറിലൂടെ 13 mm കുറവുള്ള അല്ലെങ്കിൽ ഡയമീറ്റർ ഉള്ള ഒരു ബോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. Test for straightness and obstruction type 1. Let us see the test for straightness and obstruction of pipe with steel ball. A smooth ball of a diameter 13 mm less than the pipe bore is inserted at the high end of the sewer or drain. In the absence of obstruction such as yarn or motor project. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടു ഒരു ബോൾ ഇട്ടു, ആ ബോള് പെട്ടെന്ന് തന്നെ ഔട്ടായി. എന്നാൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പൈപ്പിലൂടെ പോകുന്ന ഈ ബോൾ എന്ത് ചെയ്യും? പോയത് അത് projecting through the joints, the ball should roll down the invert of the pipe and emerge at the lower end. ഓക്കെ, മറ്റൊന്നാണ് ഇതിലൂടെ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ, ഇതിനകത്ത് എന്തൊരു കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കുടുങ്ങിപ്പോയിട്ടുണ്ട്. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായി അല്ലേ? എന്താണ് ഒരു സ്ട്രെയിറ്റ്നെസ്? നമുക്കറിയാം, ലൈറ്റ് നമ്മൾ സാധാരണ ഒരു ലൈറ്റ് അടിക്കുകയാണെങ്കിൽ കൃത്യം ഒരേ സ്ഥലത്തേക്ക് മാത്രമാണ്, അത് വളഞ്ഞു പോകില്ല അല്ലെ? അതുപോലെ ഒരു പ്രവർത്തനം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്.
ശരി, അടുത്ത് the by means of a mirror at one end of the line at the lamp at the other. ഇനി നമ്മൾ വെച്ചിരിക്കുന്ന ഈ പൈപ്പിൽ അത് കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന മറ്റൊന്നാണ് മിറർ അല്ലെങ്കിൽ കണ്ണാടി വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ലാമ്പ് കത്തിച്ച് നമുക്കത് പ്രവർത്തിപ്പിക്കാം. നമുക്ക് നോക്കാം, അതിന്റെ ഒരു വീഡിയോ ഒന്ന് കണ്ടു. ഓക്കെ. Test for straightness and obstruction type 2. Let us see the test for straightness and obstruction with lamp and mirror. Test for straightness and obstruction is also carried out by means of a mirror at one end of the line and lamp at the other. ലൈറ്റ് ഉണ്ട്, ഡയറക്റ്റ് കാണിക്കാം. ഓക്കെ. If the pipeline is straight, the full circle of light may be observed. If the pipeline is not straight, this will be apparent. The mirror will also indicate obstruction in the barrel. ഉണ്ടോ, ആ ഒബ്സ്ട്രക്ഷൻ അവിടെ തെളിഞ്ഞിരിക്കുന്നുണ്ടോ? അതായത് സ്ട്രെയിറ്റ് അല്ലാത്ത സാഹചര്യങ്ങളാണ്. അല്ലെ, ഒബ്സ്ട്രക്ഷൻ അവിടെ കറക്റ്റ് തെളിഞ്ഞിരിക്കുന്നത് കാണാം. ഓക്കെ, ഇതാണ് ടെസ്റ്റ് ഫോർ സ്ട്രെയിറ്റ്നെസ് ആൻഡ് ഒബ്സ്ട്രക്ഷൻ. എന്റെ ടൈപ്പ് 2 ആണ് നമ്മൾ കണ്ടത്. കണ്ടോ, ഇപ്പൊ നമ്മൾ എന്താണ് ഇതിലൂടെ പഠിച്ചത്? അതായത് ഒരു വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൽ നമുക്ക് അത് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ കണ്ടത്, അല്ലെ? ശരി, ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പൈപ്പ് അലൈൻമെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. പൈപ്പ് അലൈൻമെന്റിനെ കുറിച്ചാണ്.